പ്രേംലാലേട്ടാ, മനുഷ്യർ വിരമിക്കുന്നത് പോലെ തന്നെ ഉപകരണങ്ങൾക്കും വിരമിക്കലുണ്ട്. പ്രത്യേകിച്ച് ഈ സൈന്യം ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള പിന്നെ ഈ ആയുധക്കോപ്പുകളൊക്കെ വിരമിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഈ വിരമിക്കുന്ന അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്ന ഈ യുദ്ധവിമാനങ്ങളും ആയുധക്കോപ്പുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പം സൈനികരാണ് വിരമിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രായം പരിഗണിക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ സൈന്യത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് കേരളത്തിലോട്ട് വരുന്നവർക്ക് മറ്റ് ജോലി സാധ്യതകളുണ്ട്. കുറഞ്ഞ പക്ഷം എവിടെയെങ്കിലും സെക്യൂരിറ്റി ഗാർഡായിട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ ബാങ്കുകളിലോ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അവർക്ക് പുനർനിയമനം കിട്ടും അവരുടെ പ്രായം നോക്കിയിട്ട്. സൈനിക വിമാനങ്ങൾക്കും ഈ ഒരു ആനുകൂല്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിയമപരമായി അതങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സൈനിക വിമാനം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിന് പഠനാവശ്യത്തിന് കൈമാറാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻസ് പാർക്കിൽ, ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഇതേപോലെ പ്രദർശന വസ്തുവാകാറുണ്ട്. അല്ലെങ്കിൽ സൈന്യം തന്നെ അവരുടെ ഒരു സ്മരണിക എന്ന രൂപത്തിൽ അവരുടെ ഏതെങ്കിലും ആസ്ഥാനത്ത് ഇത് പ്രദർശിപ്പിക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യാറ്. ഒരിക്കലും അത് വീണ്ടും പറക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ വിമാനങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർക്കുകളിലോട്ടോ അല്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനാവശ്യത്തിനോ ഒക്കെ ആയിട്ട് കൈമാറുമ്പോൾ ഒരു കാരണവശാലും സൈന്യം അവരുടെ ആ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്ത്രപ്രധാന സാധനങ്ങൾ കൊടുക്കില്ല. ഉദാഹരണത്തിന് അതിൻ്റെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുള്ള സംഗതികളൊന്നും കൈമാറില്ല. ആ വിമാനവും അതിൻ്റെ അനുബന്ധ സാധനങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. അത് പൈസക്കാണോ കൊടുക്കുന്നത്? അല്ല അല്ല, ഒരു കരാറുണ്ടായി കൊണ്ടുപോകുന്ന സാധനം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോണം. ഇത് കൊണ്ടുപോയി വഴിയരികിലൊക്കെ ഇട്ടിട്ട് കണ്ട സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് സൈന്യത്തിന് മോശമാണല്ലോ. അപ്പോൾ അത് കൃത്യമായി പരിപാലിക്കപ്പെടണം എന്നുള്ളത് ഉറപ്പുവരുത്തും. ഇപ്പം ആലപ്പുഴ ബീച്ചിൽ ഒരു നേവിയുടെ ഒരു യുദ്ധക്കപ്പൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇരുട്ടത്ത് പോലും അത് കാണത്തക്ക രീതിയിൽ ലൈറ്റൊക്കെ സംവിധാനം ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഒരു സംഗതി അതേപോലെ കിട്ടുകയാണെങ്കിൽ അതേപോലെ പരിപാലിക്കണം. കൃത്യമായ അതിനിപ്പോൾ അറ്റകുറ്റപ്പണി, അതായത് കുറേ കഴിയുമ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ട് അതൊന്ന് ഫെയ്ഡ് ആകുമല്ലോ, അപ്പോൾ അത് റീപെയിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. ഇതാണ് ഒരു പൊതുധാരണ. പക്ഷേ യൂറോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ, ചില വിദേശ രാജ്യങ്ങളിൽ ഈ യുദ്ധവിമാനങ്ങളൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങാം, അത്യാവശ്യം കാശുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരാൾക്കൊരു വിമാനം വാങ്ങാൻ, ഇപ്പോൾ പ്രൈവറ്റ് ജെറ്റുകൾ പലരും സ്വന്തമാക്കാറുണ്ടല്ലോ, അതേപോലെ വിമാനം വാങ്ങാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഒരു യുദ്ധവിമാനം അതിപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്കത് വാങ്ങാം. അത് ചിലതൊക്കെ ഈ ലേലം ചെയ്യുന്ന പരിപാടി പോലും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പലതിനും മോഹവിലയാണ്. കാരണം ഇതൊരു അഭിമാന സ്തംഭമാണല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും സുപ്രധാന യുദ്ധത്തിൽ പങ്കെടുത്ത വിമാനങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ളൊരു വിമാനമായിരിക്കും. അപ്പോൾ അതൊക്കെ സ്വന്തമാക്കുമ്പോൾ അവർ പറയുന്ന, അതായത് ഈ ലേലത്തിൽ അതിനൊക്കെ മോഹവിലയായിരിക്കും. അത് കൊടുക്കാനൊക്കെ ഉള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പോകാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ MiG-21, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അത് MiG-21 ഇപ്പോൾ റിട്ടയർ ചെയ്യുകയാണ്. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ MiG-21 ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ സൂപ്പർ സോണിക് ശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിമാനങ്ങളിലൊന്നാണ് MiG-21. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിപ്പോൾ റിട്ടയർ ചെയ്ത വിമാനങ്ങൾ അവർ സ്വകാര്യ വ്യക്തികൾക്ക് അത് ഓൺ എഗ്രിമെൻ്റ് ആണ്, ഒരു കരാറുണ്ടാക്കണം. അതായത് ഇതിൻ്റെ കൃത്യമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ പരിപാലനം ഉറപ്പുവരുത്തണം. പിന്നെ ഇത് പറക്കാൻ അനുമതി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രധാന സംഗതികളെല്ലാം ഊരി മാറ്റണം. അതിനെ നിരായുധീകരിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. ആയുധങ്ങൾ സംബന്ധമായ എല്ലാം ഒഴിവാക്കിയിട്ട് നിരായുധീകരിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ളത് അവർ ഉറപ്പുവരുത്തുകയും പ്രോപ്പർ ചെക്കിങ്ങും ഇൻസ്പെക്ഷനും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പ്രധാനമായി ഈ യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങുന്ന അതിസമ്പന്നരായ ആൾക്കാരായിരിക്കും. അവരിത് പറത്താൻ വേണ്ടി ഉദ്ദേശത്തിനായിരിക്കില്ല. കാര്യം ഇത്രയും വർഷം സർവീസ് ചെയ്ത ഒരു വിമാനം പറത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപകട സാധ്യതയുണ്ട്, അവരുടെ ജീവനെ ബാധിക്കും. അത്തരം കാര്യങ്ങൾക്ക് അവർ പ്രൈവറ്റ് ജെറ്റുകളോ അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഇവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അലങ്കാര ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അതായത് അവരുടെ വീടിൻ്റെ മുമ്പിലോ ഓഫീസിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും
അവധിക്കാല വസതികളുടെ മുമ്പിൽ ഒരു അലങ്കാര വസ്തു, ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ആനയെ കൊണ്ട് തറവാടിൻ്റെ മുമ്പത്ത് കെട്ടും എന്ന് പറയുന്നില്ലേ, അതേപോലെ ഒരു ഫൈറ്റർ ജെറ്റ് മുമ്പിൽ ഇങ്ങനെ ഒരു കൗതുക വസ്തുവായിട്ടിരുന്നാൽ നന്നായിരിക്കുമല്ലോ. അത്തരം ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത് വാങ്ങുന്നത്. ഇനി മറ്റൊരു വിമാനം, അതിൻ്റെ പേര് ദസോത്ത് ഏവിയേഷൻ. നമ്മുടെ ഈ മിഗ് എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത വിമാനമാണെങ്കിൽ അടുത്തത് ദസോത്തിൻ്റെ മിറാഷ് എന്ന് പറയുന്ന ഒരു വിമാനമാണ്. അത് ഫ്രാൻസാണ് നിർമ്മിക്കുന്നത്. ഈ ശീത യുദ്ധകാലാനന്തരം ഈ വിമാനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും എത്തിയിട്ടുള്ളൊരു വിമാനമാണ് ഈ മിറാഷ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ അതിസമ്പന്നരായ പലരും ഇപ്പോൾ ഈ വിമാനം സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. കാര്യം അവിടുത്തെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കിയ വിമാനങ്ങൾ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ചിലർ വാങ്ങിക്കൂട്ടിയേക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പരിശീലന ആവശ്യത്തിന് വേണ്ടിയിട്ട് പലരും വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറിയ പങ്കും ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു കൗതുക വസ്തു, ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ മറ്റൊരു വിമാനം നോർത്തോർപ്പ് F5 എന്ന് പറയുന്നൊരു വിമാനമാണ്. ഈ വിമാനമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വിമാനമാണിത്. അതിൻ്റെ പ്രത്യേകത വിലക്കുറവ്. അതായത് അമേരിക്ക അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങൾക്ക് കൈമാറാൻ വേണ്ടി ഉപയോഗിച്ച വില കുറഞ്ഞ ഒരു വിമാനമാണ് ഈ F5 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീസെയിൽ വാല്യൂവും കുറവാണ്. ഏകദേശം ഇതേപോലെ $1 മില്യൺ അത്രയും അതിൽ ആ ഒരു പരിധിയിൽ വരുന്ന മാത്രമാണ് ഇതിൻ്റെ വില. അതുകൊണ്ട് തന്നെ അതിലും ഇതേപോലെ ആളുകൾ ലേലം ചെയ്തോ അല്ലാതെയോ വാങ്ങി കൂട്ടുന്നുണ്ട്. മറ്റൊരു വിമാനത്തിൻ്റെ പേര് എയ്റോ L39 എന്നുള്ളതാണ്. അത് ചെക്ക് റിപ്പബ്ലിക് ഉണ്ടാക്കിയൊരു വിമാനമാണ്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പ്രൈവറ്റ് ജെറ്റുകൾക്ക് പകരം ഉപയോഗിക്കണം എന്ന് കരുതുന്നവർ പ്രിഫർ ചെയ്യുന്നൊരു വിമാനമാണിത്. കാരണം ഇത് യുദ്ധവിമാനമാണെങ്കിലും ഒരു സെമി അറ്റാക്ക് മോഡ് വിമാനമാണ്. അതിന് വേഗത കുറവാണ്, പവർ കുറവാണ്. സാധാരണ യാത്രാ വിമാനങ്ങളുടെ അതിനോട് സാദൃശ്യമുള്ളൊരു വിമാനമാണ്. അതുകൊണ്ട് അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ആൾക്കാർ, അതായത് ഒരു സൂപ്പർ സോണിക് വേഗതയൊന്നും വേണ്ട, ഇത് പറത്തണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ, അത്തരം ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വിമാനമാണിത്. പിന്നെ ഒരു അലങ്കാര വസ്തു എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഇപ്പോൾ വിപണിയിൽ വന്നിട്ടാണ്. അതിൻ്റെ പേര് ബേഹാക്ക് എന്നാണ്. ഇത് UK അതായത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഈ എയ്റോ ഷോയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സൂര്യകിരൺ എന്നും പറഞ്ഞൊരു വിങ്ങുണ്ട്. ഈ റിപ്പബ്ലിക് ദിന പരേഡിലൊക്കെ ഈ പല വർണ്ണങ്ങളിലുള്ള നിറങ്ങൾ വാരി വിതറിക്കൊണ്ടു പോകുന്ന വിമാനങ്ങളല്ലോ, അത് പ്രദർശന വിമാനങ്ങളെന്നൊക്കെ പറയാം. അപ്പം അത്തരത്തിലുള്ള ശ്രേണിയിൽപ്പെട്ട ഒരു വിമാനമാണിത്. ഇതും ഈ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ നിരവധിയായി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യുദ്ധവിമാനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ 2-3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, സാധാരണ ഒരു വിമാനം വാങ്ങുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ അത്രയും പണം മുടക്കി ഈ വിമാനങ്ങൾ വാങ്ങാനൊക്കില്ല. ഒന്ന്, ഈ പറയുന്ന പോലെ അതിൻ്റെ സർവീസ് പീരീഡ് അതിൻ്റെ ഗുഡ് വില്ലായിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ 10-30 വർഷം ഒരു സേനയുടെ ഭാഗമായി ഏതെങ്കിലും നിർണായക സൈനിക നീക്കത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ ഗുഡ് വില്ലിന് വില കൊടുക്കേണ്ടി വരും. പിന്നെ അവർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. യുദ്ധവിമാനമാണെന്ന് പേരുണ്ടെങ്കിലും ആയുധങ്ങളൊന്നും ഉണ്ടാകില്ല. ഏറിയ പങ്കും നമ്മളിത് വാങ്ങിയാൽ വീടിൻ്റെ ഉമ്മറത്ത് കാഴ്ച വസ്തുവാക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ.